ജീവിതത്തിലെ 3 കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. 1, സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്ന്. 2, ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. 3, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്ന്. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലെ നാശത്തിന് കാരണവും സമാധാനവും സന്തോഷവും കളയുന്ന 3 കാര്യങ്ങളാണ് ഇതൊക്കെ. 1, സമയം കളയുന്ന കാര്യം. നമുക്കറിയാം, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന സമയങ്ങൾ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആകുകയില്ലായിരുന്നു, അന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുകയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകുന്ന സമയങ്ങൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ജീവിക്കുക. കാരണം ഓരോ ദിവസവും ഓരോ സമയവും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് കടന്നു പോകുന്ന സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. 2, ആരോഗ്യം നശിപ്പിച്ച് കളയുന്ന ശീലങ്ങളിൽ നിന്ന്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യം. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തെല്ലാം നേടിയെടുത്താലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. പുകവലിയും മദ്യപാനവും അനേക ദുശീലങ്ങളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുക. പിന്നീട് നമ്മൾ ഒരിക്കലും ദുഃഖിക്കുവാനായിട്ട് ഇടയായിത്തീരരുത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. 3, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന്. നമുക്കറിയാം, എത്ര വലിയ ബന്ധമാണേലും അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ, നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ തുടരുത്. അത് ചിലപ്പോൾ രക്തബന്ധമാകാം, സഹോദര ബന്ധമാകാം, ബന്ധുമിത്രാദികളാകാം, സുഹൃത്തുക്കളാകാം, ആര് തന്നെ ആയാണെങ്കിലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒഴിഞ്ഞു നിന്നാൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവുമുള്ളതായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.